ബാത്തുമെടുത്ത് ബാത്റൂമിലേക്ക് പോയി. അശ്വകേട്ടാ, ഇതേ നോക്കിയേ. അവർ ഓടും പോലെ നടന്ന് ഭർത്താവിൻ്റെ മുന്നിലെത്തി കിതച്ചുകൊണ്ട് നിന്നു. എന്തു പറ്റിടി? അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു. നീ നോക്കി, നമ്മൾ വീണ്ടും മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോവാം. അവർ സന്തോഷത്തോടെ കയ്യിലെ കാർഡ് കാണിച്ചു. എടി ഭാര്യ, നിന്റെ മരുമകൾ അച്ചു ഇതിൽ സ്വയം തൊഴിലായി പ്രഖ്യാപിച്ചിരിക്കുകയാണോ? മുത്തശ്ശനാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയത് അച്ചുവിനെയാണ്. ഇത് കേട്ടതും അവർ അയാളെ കൂർപ്പിച്ചു നോക്കി. അച്ചു മാത്രമേ ഉള്ളോ നിങ്ങൾക്ക് മരുമോളായിട്ട്? ഇത് ലച്ചുമോൾക്കാണ്. പറ്റിയ അമളി മനസ്സിലായ അയാൾ ഇളിഭ്യതയോടെ അവരെ നോക്കി പല്ലു മുഴുവൻ കാണിച്ചു ചിരിച്ചു. എന്നിട്ട് ലച്ചുമോൾ എവിടെ? അച്ഛാ, ചായ. അയാൾ ചോദിച്ചു തീർന്നപ്പോഴേക്കും അടുക്കളവാതിലിൻ്റെ അടുത്തു നിന്നും ലച്ചുവിൻ്റെ ശബ്ദം കേട്ടു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അവൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അമ്മ അവളുടെ അരികിലേക്ക് പാഞ്ഞുകൊണ്ടെത്തി. ഇനി ഇങ്ങനെയൊന്നും നടക്കില്ല എൻ്റെ മോളെ, സൂക്ഷിച്ച് നടക്കണം. ഇനിതാ ഞാൻ കൊടുത്തോളാം അച്ഛന്. അവർ അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛനും അരികിലെത്തി. നീ പോയി എല്ലാവരോടും പറഞ്ഞേ ഈ സന്തോഷ വാർത്ത. അച്ഛൻ അത്യധികം സന്തോഷത്തോടെ പറയുന്നത് അവൾ നോക്കി നിന്നു. അയ്യോ, ഞാനത് കേട്ട സന്തോഷത്തിൽ അങ്ങ് മറന്നു. വീട്ടിലേക്ക് വിളിച്ചോ മോളെ? അകത്തേക്ക് കയറി അവളോട് ചോദിച്ചു. ഇല്ലമ്മേ, എന്നാ വാ, അമ്മ വിളിച്ചു പറയാം. അവർ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഇന്നിനി ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ വാങ്ങി വരാം. പിറകിൽ നിന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. ആ ശരി, എന്ന് നിങ്ങൾ പോയി വാ. അമ്മ നടക്കുന്നതിൻ്റെ ഇടയിൽ മറുപടി കൊടുത്തു. അമ്മ ഹാളിലെത്തി ആദ്യം ഫോൺ എടുത്ത് ലച്ചുവിൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. കാര്യം കേട്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. ലയയാണെങ്കിൽ ലച്ചുവിനെ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നതൊക്കെ കേട്ടു. ലച്ചുവിനോടും എല്ലാവരും സംസാരിച്ച് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ അമ്മ ബാക്കിയുള്ളവർക്കെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. ഹാളിലെ അമ്മയുടെ സംസാരവും ചിരിയും എല്ലാം കേട്ട് ഉറക്കം മുറിഞ്ഞ ഈർഷ്യയോടെ അച്ചു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അമ്മയെ ആർക്കോ ഫോൺ വിളിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ലച്ചു പുഞ്ചിരിയോടെ അരികിലിരിക്കുന്നു. അവളുടെ ഒരു കൈ അമ്മയുടെ കയ്യിലാണ്. സന്തോഷത്തോടെ അവളുടെ കയ്യിൽ തലോടുന്നുണ്ട്. ശ്രീ കടയിലേക്ക് പോകാൻ ഡ്രസ്സ് മാറി ഷർട്ടിൻ്റെ കൈ മടക്കിക്കൊണ്ട് അമ്മയെയും ലച്ചുവിനെയും നോക്കി നിൽക്കുന്നു. അവൾ അന്തരീക്ഷം ആകെ ഒന്ന് നിരീക്ഷിച്ചു. കാര്യം എന്താണെന്നറിയാതെ അവരെ എല്ലാം നോക്കി. പക്ഷെ ചോദിക്കാൻ അവൾ തയ്യാറായില്ല. അപ്പോഴേക്കും അവളെ തള്ളി മാറ്റിക്കൊണ്ട് മുറിയിൽ നിന്നും കുഞ്ഞാറ്റ ഓടി വന്ന് ലച്ചുവിൻ്റെ മടിയിൽ കയറി വന്നിരുന്നു. അപ്രതീക്ഷിതമായ ആ കാര്യത്തിൽ ലച്ചു ഒന്ന് ഞെട്ടി. അമ്മയുടെയും ശ്രീയുടെയും അവസ്ഥ അതുതന്നെ. ശ്രീ വേഗം അവളുടെ അരികിലെത്തി കുഞ്ഞാറ്റയെ എടുത്തു. അമ്മ അവളോട് എവിടെയും തട്ടിയില്ലല്ലോ എന്ന് വേവലാതിയോട് ചോദിക്കുന്നത് കണ്ട് സംശയത്തോടെ അച്ചുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. മോളെ, ചെറിയമ്മയുടെ മടിയിൽ ഇനി അങ്ങനൊന്നും ഇരിക്കല്ലോ കേട്ടോ. അതിനെന്താ കൊച്ചച്ച, കുഞ്ഞാറ്റ എന്നും ഇരിക്കുന്നതാണല്ലോ. മോൾക്ക് അവൻ്റെ വാക്കിൽ സംശയം. അതോ, മോക്കും കിങ്ങിണിക്കും ഒരു അനിയവാവയോ അല്ലെങ്കിൽ ഒരു അനിയത്തി വാവയോ വരുന്നുണ്ട്. ഇതേ ചെറിയമ്മയുടെ വയറ്റിൽ. അതുകൊണ്ട് മോളിനി അങ്ങനെയൊന്നും ഇരിക്കല്ല കേട്ടോ, അവൻ മോളോട് വാത്സല്യത്തോടെ പറഞ്ഞു. കുഞ്ഞാറ്റ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് മൂർന്നിറങ്ങി ലച്ചുവിൻ്റെ അരികിൽ ചെന്നിരുന്നു. പതിയെ അവളുടെ വയറിൽ ആ കുഞ്ഞി കൈയെടുത്ത് വെച്ച് ചോദിച്ചു. ഇത് കുഞ്ഞാവയുണ്ടോ ചെറിയമ്മേ? ചെറിയച്ഛൻ പറഞ്ഞത് സത്യമാണോ? അവൾ കൊഞ്ചിക്കൊണ്ട് കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി ലച്ചുവിനെ നോക്കി. അതേടാ കുഞ്ഞ, നിങ്ങളുടെ കൂടെ കളിക്കാൻ കുറച്ച് കഴിയുമ്പോൾ ഒരാളൂടെ വരൂ കേട്ടോ. ലച്ചുവും അവളോട് കൊഞ്ചി എന്ന പോലെ മറുപടി പറഞ്ഞു. ശ്രീയും അമ്മയും പുഞ്ചിരിയോടെ നോക്കി നിന്നു. എന്നാൽ അപ്പോഴും ഇതൊന്നും ഇഷ്ടപ്പെടാത്തതുപോലെ അച്ചു പുച്ഛത്തോടെ മുഖം തിരിച്ചു. അച്ചുവേ, ലച്ചുവിന് വിശേഷമുണ്ടടി. അമ്മ അതേ സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞു. അതിനൊന്ന് അമർത്തി മൂളിയതല്ലാതെ അവൾ മറുപടിയൊന്നും കൊടുത്തില്ല. ശ്രീനിയോട് പറഞ്ഞപ്പോൾ അവനും സന്തോഷം. അന്ന് ലച്ചു ബാങ്കിൽ പോയില്ല. ഉച്ചയ്ക്ക് ശ്രീ ആശുപത്രിയിൽ പോകാൻ വരാമെന്ന് പറഞ്ഞു. അന്ന് അവളുടെ ഇഷ്ടത്തിന് അമ്മ തന്നെ അവൾക്ക് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കി. അവളെ ഒന്നിനും സമ്മതിച്ചില്ല. ആശുപത്രിയിൽ പോകാനുള്ളത് കൊണ്ട് ഭക്ഷണമെല്ലാം വേഗം കഴിച്ച് റെഡിയായി നിന്നു. മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ലച്ചുവും അമ്മയും ഉമ്മറത്തേക്ക് വന്നു. അതിൽ ചിരിയോടെ ഹരി ഇരിക്കുന്നുണ്ട്. ഹരി കാറിൽ നിന്നും ഇറങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗംഗയും അമ്മയും വന്നു. ഹരിയും ഗംഗയും പരസ്പരം നോക്കി. ലച്ചു ഇരുവരെയും സംശയത്തോടെ നോക്കി നിന്നു. ദാ ലച്ചുക്കി, ശ്രീ പറഞ്ഞു നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കാറ് വേണമെന്ന്. ഇനി അവരങ്ങോട്ട് വരണ്ടല്ലോ, അതാണ് ഞാൻ ഇവിടെ കൊണ്ടിടാൻ വന്നത്. അവൻ ഗംഗയിൽ നിന്നും നോട്ടം മാറ്റി ലച്ചുവിൻ്റെ കയ്യിൽ കീ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അല്ലാതെ കിട്ടിയ ചാൻസിൽ ഗംഗയെ കാണാനല്ല. ലച്ചു തിരികെ കളിയാക്കലോടെ ചോദിച്ചതും രണ്ടുപേരും ആകെ ചമ്മിക്കൊണ്ട് പരസ്പരം നോക്കി.
ശ്രീ വന്നപ്പോൾ ലച്ചു റെഡിയായി നിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ ബുക്ക് ചെയ്ത സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ നിൽക്കാതെ ലച്ചുവിനോട് അമ്മയും കൂട്ടി വരാൻ പറഞ്ഞു. അവൾ വിളിക്കാൻ അകത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അമ്മ പോകാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് വന്നു. ലച്ചു കീ ശ്രീയുടെ കയ്യിൽ കൊടുത്തു. അമ്മയും അവളും പുറകിൽ കയറി. അവർ കയറിയതും ശ്രീയും കയറി ഡോറടച്ച് കാർ സ്റ്റാർട്ട് ചെയ്തു. ആശുപത്രിയിലെത്തി ഡോക്ടറിൻ്റെ മുറിയുടെ അരികിൽ ടോക്കണുമായി കാത്തിരുന്നു. അവരെ കൂടാതെ വേറെയും ആളുകളുണ്ട്. നിറവയറുമായി ഭർത്താവിൻ്റെ കൈപിടിച്ച് നടക്കുന്ന ഗർഭിണികളെ അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. അവളും ശ്രീയുടെ കൈപിടിച്ചു. അങ്ങനെ നടക്കുന്നത് സങ്കല്പിച്ചു. അതോർത്ത് അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ടോക്കൺ നമ്പർ 35 ലക്ഷ്മി ശ്രീരാജ്. കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അവരുടെ ടോക്കൺ വിളിച്ചു. ലച്ചുവും ശ്രീയും എഴുന്നേറ്റു, കൂടെ അമ്മയും. അമ്മ പോയാൽ മതി, ഞാൻ ഇവിടെ നിൽക്കാം. ശ്രീ അതും പറഞ്ഞ് അവർക്ക് രണ്ടുപേർക്കും ഡോറ് തുറന്നു കൊടുത്തു. ശരിയെന്ന് പറഞ്ഞ് അധികം അവിടെ നിന്ന് തിരിയാതെ അവർ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കയറി. ഇരിക്കും. മുന്നിലുള്ള കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ സ്മിത അവരോട് പറഞ്ഞു. അവളുടെ ഫയലെടുത്ത് മുന്നിൽ വെച്ചു. ലക്ഷ്മി ശ്രീരാജ്. അവളുടെ പേര് വായിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ ഡോക്ടർ അവരെ നോക്കി. തിരിച്ച് അവരും ഒരു പുഞ്ചിരി നൽകി. ഓക്കെ, ഇതാരാണ്? അമ്മയാണോ? ഹസ്ബൻഡ് വന്നിട്ടില്ലേ കൂടെ? അമ്മയും ഡോക്ടർ. ഹസ്ബൻഡ് പുറത്തുണ്ട്. ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ കൂടെ വിളിക്കൂ, നേഴ്സിനോടായി പറഞ്ഞു. ലക്ഷ്മിക്ക് എന്നാൽ പീരീഡ്സ് ലാസ്റ്റ് ആയത് February 20. എത്ര ദിവസം ഉണ്ടായിരുന്നു? അത് ഒരു 5 ദിവസം. ലച്ചു ഓർത്തുകൊണ്ട് മറുപടി കൊടുത്തു. ഓക്കെ, അപ്പോൾ 25-ന് ടെസ്റ്റ് ചെയ്തിരുന്നോ? ഡോക്ടർ ചോദിച്ചതിന് ലച്ചു ബാഗിൽ സൂക്ഷിച്ചിരുന്ന പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് കാണിച്ചു. അപ്പോഴേക്കും നേഴ്സ് വിളിച്ചതനുസരിച്ച് ശ്രീയും അകത്തേക്ക് വന്നു. ഇരിക്കൂ, ഡോക്ടർ അവരോടും കസേര ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. സിസ്റ്റർ, ലക്ഷ്മി ബെഡിലേക്ക് കൊണ്ടുപോകും, അവരോട് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സിസ്റ്ററിന് നിർദ്ദേശം നൽകി. അതിനനുസരിച്ച് നേഴ്സ് ലച്ചുവിനെ കർട്ടൻ കൊണ്ട് മറച്ച അപ്പുറത്തെ ബെഡിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവിടേക്ക് നടന്നു. കണ്ണും നാവും എല്ലാം ഒന്ന് പരിശോധിച്ചു. വയറിൽ സാരി മാറ്റി പതിയെ ഒന്ന് കൈകൾ കൊണ്ടമർത്തി. അതിൽ ലച്ചു ഒന്ന് പേടിച്ചു. പേടിക്കണ്ടോ, താൻ എഴുന്നേറ്റോ? ഡോക്ടർ അവളുടെ പേടി മനസ്സിലാക്കിയെന്നപോലെ അവരുടെ സീറ്റിലേക്ക് നടന്നു. പിറകെ സാരി നേരിയിട്ട് ലച്ചു ശ്രീക്കും അമ്മയ്ക്കും ഒരു പുഞ്ചിരി നൽകി അവർക്കരികിലേക്ക് ഇരുന്നു. ഇന്നത്തെ ഡേറ്റ് മാർച്ച് 30. ലക്ഷ്മിക്ക് ഇപ്പോൾ 4 വീക്കും 5 ഡേയ്സും ആയിട്ടുണ്ട്. മെൻസസ് എല്ലാ മാസവും കറക്റ്റ് ആയിരുന്നില്ലേ? ഡോക്ടർ കണക്ക് കൂട്ടിലോടെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ അവരെ നോക്കി. ലച്ചു പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഉള്ള വീക്കിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. മെൻസസ് കറക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 വീക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും. ഇപ്പം ഞാനൊരു ഫോളിക് ആസിഡിൻ്റെ ഗുളികയും ഒരു വിറ്റാമിൻ ടാബ്ലറ്റും എഴുതുന്നുണ്ട്. വോമിറ്റിംഗ് വല്ലതും ഉണ്ടോ? ലക്ഷ്മി എഴുതുന്നതിനിടയിൽ ഡോക്ടർ തിരക്കി. ഇല്ല ഡോക്ടർ, എന്നാലും ഞാൻ അഥവാ വോമിറ്റ് തുടങ്ങുകയാണെങ്കിൽ കഴിക്കാനൊരു ടാബ്ലറ്റ് കൂടെ എഴുതുന്നുണ്ട്. ഡോക്ടർ പറയുന്നതൊക്കെ അവർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അപ്പോൾ ഇനി അടുത്ത മാസം ഒരു 20-ന് വരൂ. അപ്പോൾ ഒരു സ്കാനിങ് എടുക്കാം. ബേബിയുടെ ഹാർട്ട് ബീറ്റ് അറിയുന്നതിന് വേണ്ടിയുള്ളതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ലച്ചു പറഞ്ഞു. ഡോക്ടറെ, മോള് ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം? അമ്മ ചോദിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി. ഇപ്പോൾ ലക്ഷ്മിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും ജോലിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, ഇനി ബേബിയുടെ ഹെൽത്ത് നോക്കണം. ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, അതുകൊണ്ട് ഒരു ലോങ് ലീവ് എടുത്തോ. ഓക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവരെ നോക്കി. എങ്കിൽ ശരി ഡോക്ടർ, ശ്രീ ഡോക്ടറോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. എന്നാൽ ശരി, അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. പിന്നെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇവയെല്ലാം നന്നായി കഴിക്കണം. അപ്പോൾ നെക്സ്റ്റ് മന്ത് കാണാം. ഡോക്ടർ ഫയൽ എടുക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു. ലച്ചു ഫയൽ കൈനീട്ടി വാങ്ങി. 3 പേരും യാത്ര പറഞ്ഞിറങ്ങി. ആശുപത്രിയിൽ നിന്നും പോരുന്ന വഴി ശ്രീ ഒരുപാട് ഫ്രൂട്ട്സും സ്വീറ്റ്സും എല്ലാം വാങ്ങിച്ചു. അവനുള്ളിൽ അടക്കാനാവാത്ത സന്തോഷമായിരുന്നു. അതിനേക്കാൾ ഉപരി തൻ്റെ ജീവനെ ഉദരത്തിൽ ചുമക്കുന്ന അവളോട് പ്രണയമായിരുന്നു. വൈകുന്നേരം വീട്ടിൽ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ലച്ചുവിൻ്റെ വീട്ടിലുള്ളവരും ഗംഗയും വീട്ടുകാരും കൂട്ടത്തിൽ ഹരിയും അമ്മയും എല്ലാവർക്കും സന്തോഷം. എല്ലാവരും വീട്ടിലെ പുതിയ അതിഥിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. ലച്ചുവിൻ്റെ അമ്മ അവളെ കുറച്ചു ദിവസം വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും അവൾ ശ്രീയെ വിട്ടു പോകാനുള്ള ബുദ്ധിമുട്ട് കണ്ട് സ്നേഹത്തോടെ അത് നിരസിച്ചു. എങ്കിലും അമ്മയെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി കുറച്ചു ദിവസം കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞു. എല്ലാവരും പോയപ്പോൾ രാത്രിയായിരുന്നു. ലച്ചുവിന് നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് കിടന്നപ്പോൾ തന്നെ ഉറക്കം കണ്ണുകളെ മൂടി.
ലച്ചുവിൻ്റെ ഗർഭാവസ്ഥ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നുണ്ട്. ബാങ്കിലെ ജോലി താൽക്കാലികമായി റിസൈൻ ചെയ്തു. ശ്രീ ലോങ് ലീവ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ലച്ചുവിൻ്റെ നിർബന്ധമായിരുന്നു റിസൈൻ ചെയ്യൽ. കാരണം അവൾ വീട് മാത്രമുള്ള ലോകത്തേക്ക് ചുരുങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ഛർദിയോ ക്ഷീണമോ ഒന്നുമില്ല. ഒരു ഭക്ഷണത്തിനോടും വിരക്തിയുമില്ല. അവളുടെ അമ്മയുടെ ആഗ്രഹം പോലെ അവിടെയും കുറച്ചു ദിവസം പോയി നിന്നു. 2ാം മാസത്തിലെ സ്കാനിങ്ങും കഴിഞ്ഞ് ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ ഓക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ 4ാം മാസമാണ് ലച്ചുവിന്. കുഞ്ഞിവയർ ചെറുതായി പൊങ്ങിയിട്ടുണ്ട്. ആൾ ഒന്നുകൂടി ഉരുണ്ട് വെളുത്ത് സുന്ദരിയായിട്ടുണ്ട്. കൂടെ ശ്രീയുടെ അമ്മയുടെ ശുശ്രൂഷയും. ശ്രീയുടെ കടയിപ്പോൾ ഒന്നുകൂടി വിപുലമാക്കി സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കുന്നതിനുള്ള ഓട്ടത്തിലാണ് ശ്രീ. അച്ഛനിപ്പോൾ വലിയ കർഷകനായിട്ടുണ്ട്. കൂട്ടിന് അമ്മയും. ഇപ്പോൾ വീട്ടിലെപ്പോഴും പച്ചക്കറി വാങ്ങാനുള്ളവരുടെ തിരക്കാണ്. അച്ഛൻ്റെ ഈ മാറ്റത്തിന് കാരണം ലച്ചുമോളാണെന്ന് എപ്പോഴും എല്ലാവരോടും പറയും ശ്രീയുടെ അമ്മ. ഹരിയുടെയും ഗംഗയുടെയും പ്രണയം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിന് 4 മാസം കൂടെയുണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണവർ. ശരത്തിൻ്റെ ജീവിതം അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ കിടന്ന് ഞെരുങ്ങി നീങ്ങുന്നുണ്ട്. എങ്കിലും അവനത് ആസ്വദിക്കുന്നുണ്ട്. അമ്മയുടെ വഴക്കും വക്കാണവും എല്ലാം മാറാൻ രണ്ടുപേരും ശരത്ത് പറഞ്ഞ സന്തോഷ വാർത്ത കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ്. ശ്രീനിയുടെയും അച്ചുവിൻ്റെയും വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. അച്ചുവിൻ്റെ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റവുമില്ല. അവരുടെ വീട് കൂടൽ കഴിഞ്ഞ് 1 മാസമായി കടങ്ങളൊന്നും വീട്ടിയില്ലെങ്കിലും അച്ചുവിൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. എന്നാലും ശ്രീനിക്കൊരു പ്രത്യേക വാത്സല്യമാണ് ലച്ചുവിനോട്. കുട്ടികൾക്ക് കൊണ്ടുവരുന്നത് പോലെയുള്ള പലഹാരപ്പൊതിയോ മിഠായിയോ ലച്ചുവിനെയും ഏൽപ്പിക്കും. അത് കാണുമ്പോൾ അച്ചുവിന് അധികം ദേഷ്യമാണ് അവളോട്. എന്നാലും അവൻ കാര്യമാക്കാറില്ല. ദിവസവും മുടങ്ങാതെ അവളെ ഏൽപ്പിക്കും. അവൾക്കും അതിഷ്ടമായിരുന്നു. ഒരേട്ടനില്ലാത്ത കുറവ് മാറിയതുപോലെ തോന്നും. ശ്രീയുടെ സൂപ്പർ മാർക്കറ്റ് തുറന്നു. അത്യാവശ്യം നന്നായി തന്നെ കച്ചവടം നടന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ മാസം 5 ലച്ചുവിന്. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ ഫോണിലേക്ക് വല്യച്ഛൻ്റെ മകൻ ആദർശേട്ടൻ്റെ ഫോൺ കോൾ വന്നു. മറുപുറത്തു നിന്ന് പറഞ്ഞ വാർത്ത കേട്ട് അച്ഛൻ തളർന്നതുപോലെ സോഫയിലേക്ക് ഇരുന്നു. എന്താ അച്ഛാ, ആരാ വിളിച്ചത്? ലച്ചു ആദിയോടെ അച്ഛൻ്റെ ഇരുത്തം കണ്ട് ചോദിച്ചു. അമ്മയും കാര്യമറിയാതെ വേവലാതിയോടെ അവളെ നോക്കി. മോളെ, വല്യച്ഛന് വയ്യെന്ന്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണത്രേ. എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന്. മോള് വേഗം ശ്രീയെ ഒന്ന് വിളിച്ചേ. യശോദേ, നീ വേഗം വസ്ത്രം മാർഗേ, ഞാൻ ഷർട്ട് കേട്ടെ. അയാൾ പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് പോയി. അയ്യോ അശോകേട്ടാ, എന്തു പറ്റി ചേട്ടന്? അമ്മയ്ക്കും കേട്ട വാർത്തയിൽ ആദ്യ കയറി. നെഞ്ചിനുവാഴതയാണെന്ന് ആദർശ് പറഞ്ഞത്. ICUയിൽ കയറ്റിയിരിക്കുകയാണെന്ന്. ആശുപത്രിയിൽ പോകുന്ന വഴി എന്നോട് പറയാൻ പറഞ്ഞെന്ന്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നീ വേഗം റെഡിയായേ. ലച്ചു അച്ഛൻ്റെ ഫോണിൽ നിന്ന് തന്നെ ശ്രീയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ വേഗം ഹരിയുടെ കാറുമായി വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും ഒരുങ്ങൽ കഴിഞ്ഞപ്പോഴേക്കും ശ്രീ കാറുമായി വന്നു. അവർ വേഗം പുറത്തേക്ക് നടന്നു. അയ്യോ, മോൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ? നമ്മൾ എപ്പോൾ വരുമെന്ന് കരുതിയാ? അതുവരെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ വേവലാതിയോടെ നിന്ന അമ്മ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കി. അപ്പോഴാണ് എല്ലാവരും അവളെക്കുറിച്ചും അവളുടെ അവസ്ഥയും ആലോചിച്ചത്. അച്ചുവും അവിടെയില്ല. ഒരു സഹായത്തിന് വരില്ലെങ്കിലും അടുത്തു തന്നെ ഉണ്ടല്ലോ എന്ന സമാധാനമുണ്ടാകുമല്ലോ. അതൊന്നും കുഴപ്പമില്ലമ്മേ, ഞാൻ ഗംഗയെ വിളിച്ചോളാം, ലച്ചു പരിഹാരമായി പറഞ്ഞു. എന്നാൽ നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ അവളെ കൂട്ടി വരാം. പറയുന്നതിൻ്റെ കൂടെ ശ്രീ ഗംഗയുടെ വീട്ടിലേക്ക് ഓടിയിരുന്നു. ലച്ചുവിന് അവൻ്റെ വേവലാതിയോടുള്ള ഓട്ടം കണ്ട് ചിരി വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അവളുമായി വന്നു. അവർ 3 പേരും 2 പേരോടും പറഞ്ഞ് കാറിൽ കയറി. ഗംഗെ, ഏട്ടത്തി നോക്കണേ. അമ്മ സമാധാനമില്ലാത്തതുപോലെ ഗംഗയെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ശരിയപ്പച്ചി. ശ്രീ ലച്ചുവിനോട് ഒന്നും കൂടി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു പോയി.